ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വ്യാജ കീടനാശിനികൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാജ്യത്തെത്തും. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് വാഷിംഗ്ടണിൽ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടു. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന 19 നോട്ടീസുകൾ സഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് തള്ളിയതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലായതിനാൽ വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. ലോക്സഭയിലും സമാനമായ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളും ക്ഷേമ പരിപാടികളും ചർച്ച ചെയ്യാനാണ് ജനപ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നതെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു. जितनी जोर से आप नारेबाजी कर रहे हैं, उतनी जोर लगाकर आप अगर प्रश्न पूछेंगे तो देश की जनता का कल्याण होगा. आपको जनता ने सरकारी संपत्ति को तोड़ने के लिए नहीं भेजा है और मैं आपसे आग्रह कर रहा हूं कि किसी भी मान्य सदस्य को ये प्रिविलेज नहीं है कि वह सरकारी संपत्ति को तोड़ने का प्रयास करे. अगर आपने सरकारी संपत्ति को तोड़ने का प्रयास किया तो मुझे कुछ निर्णायक फैसले करने पड़ेंगे और देश की जनता आपको देखेगी. സഭാ നടപടികൾ തുടരാൻ അനുവദിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച് നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ജൻവിശ്വാസ് ഭേദഗതി ബിൽ 2025 വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2025 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2017 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ലാണ് ഇത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. 2047 വികസിത ഭാരതത്തിൽ ബഹിരാകാശ പദ്ധതികൾക്കുള്ള നിർണായക പങ്ക് എന്ന വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത്. ശുഭാൻശു ശുക്ല ഇന്ത്യയ്ക്ക് തന്നെ അഭിമാനമാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ശുഭാൻശുവിന്റെ ബഹിരാകാശ യാത്രയെക്കുറിച്ചും ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ചുമാണ് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയും ശ്രീ റിജിജു പങ്കുവച്ചു. उम्मीद करता हूं जैसे ऑपरेशन सिंदूर में सब पार्टी के मेंबर्स ने हमारे सेनाओं के पराक्रमी को लेकर के गुणगान गाया, बधाई दी, उसी प्रकार एकजुट में कैप्टन शुभांशु शुक्ला और भारत के साइंटिस्ट को हम अभिनंदन करेंगे. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മത്സരിക്കും. BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തമിഴ്നാട് സ്വദേശിയാണ് ശ്രീ CP രാധാകൃഷ്ണൻ. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ വ്യാഴാഴ്ച വരെ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയ പ്രമുഖർ ശ്രീ CP രാധാകൃഷ്ണന് അഭിനന്ദനങ്ങൾ നേർന്നു. സാധാരണ പൌരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിലാണ് ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ നിതീഷ് കുമാർ വ്യക്തമാക്കി. വ്യാജ കീടനാശിനികൾ, വളങ്ങൾ, വിത്തുകൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വ്യാജ കളനാശിനി തളിച്ചതുമൂലം മധ്യപ്രദേശിലെ റായ്സൻ, വിദിശ ജില്ലകളിൽ സോയാബീൻ കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അദ്ദേഹം നേരിട്ടെത്തി വിലയിരുത്തി. ഇത്തരം കമ്പനികൾക്കെതിരെ രാജ്യവ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സമിതി ഇന്ന് കൃഷിയിടങ്ങൾ സന്ദർശിക്കും.
ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രകാരമുള്ള കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം വോട്ടർമാരുടെ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് നടപടി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച 24ാമത് പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ ശ്രീ അജിത് ഡോവലിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ 2 പേർ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 മാസം പ്രായമുള്ള കുട്ടിയുമുണ്ട്. നിലവിൽ കുട്ടിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട 3 മാസം പ്രായമുള്ള കുട്ടിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. കുട്ടിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. കിണർ വെള്ളത്തിൽ നിന്നാകാം രോഗം ഉറവിടമെന്നാണ് അധികൃതരുടെ നിഗമനം. സമീപത്തെ കിണറുകളുടെ സാമ്പിളുകളും പരിശോധന നടത്തി. പ്രദേശത്തെ ബോധവൽക്കരണവും നടന്നുവരികയാണ്. കോഴിക്കോട് സ്വദേശിയായ ഒരാൾ കൂടി മെഡിക്കൽ കോളേജ് ചികിത്സയിലുണ്ട്. നിലവിൽ 5ഓളം പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ കത്വയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. പ്രദേശത്ത് രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിൽ മരിച്ച 50ഓളം പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 80ഓളം പേരെ കാണാതായതായാണ് ഇതുവരെ ലഭിച്ച വിവരം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ജമ്മു ഡിവിഷനിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശിലെ തുടർച്ചയായ മഴയും ജമ്മു മേഖലയിലെ മേഘവിസ്ഫോടനവും മൂലം പഞ്ചാബിലെ രാവി, ബിയാസ് നദികളിൽ ജലനിരപ്പ് ഉയർന്നു. കപൂർത്തലയിലെയും ഹോഷിയാർപൂരിലെയും 20ലധികം ഗ്രാമങ്ങളും അതിർത്തി ജില്ലയായ പത്താൻകോട്ടിലെ 10 ഗ്രാമങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലയിൽ കനത്ത മഴ 3ാം ദിനവും തുടരുന്നു. മുംബൈ നഗരത്തിലും കൊങ്കൺ മേഖലകളിലും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ മലയോര മേഖലകളിലും ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണുന്നത് ലക്ഷ്യമിട്ടാണ് കൂടിക്കാഴ്ച. റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന ചില പ്രദേശങ്ങൾക്ക് മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കണമെന്ന് ട്രംപ് സെലൻസ്കിയോട് നിർദ്ദേശിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്, നാറ്റോ സെക്രട്ടറി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത യൂറോപ്യൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുക്കും. യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ചില പ്രദേശങ്ങളിൽ റഷ്യ അവകാശവാദം ഉന്നയിച്ചേക്കില്ല എന്നാണ് സൂചന. നിലവിൽ യുക്രൈന്റെ 20% മേഖലകളാണ് റഷ്യയുടെ കൈവശമുള്ളത്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 320 പിന്നിട്ടു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ശക്തമായ മഴ മേഖലയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മൺസൂൺ മഴക്കെടുതികളിൽ പാകിസ്ഥാനിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 650-ലേറെ പേരാണ് മരിച്ചത്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ നേട്ടം ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണന് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വ്യാജ കീടനാശിനികൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാജ്യത്തെത്തും. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് വാഷിംഗ്ടണിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.